നമസ്കാരം. എവരി പെയിൻ ഹാസ് എ സ്റ്റോറി, എവരി സൈലൻസ് ഹൈഡ്സ് എ മെമ്മറി. ഓരോ വേദനയ്ക്കും പിന്നിലൊരു കഥയുണ്ട്. നിശബ്ദതയുടെ പിന്നിൽ ഒരു ഓർമ്മയും കാണും. ഓർമ്മകളുടെ തീരത്ത് എന്ന എൻ്റെ ആദ്യത്തെ മലയാള ചലച്ചിത്രം ഈ വരുന്ന മെയ് 27 ഡോക്ടർ ഡഗ്ലസ് കെ എന്ന യൂട്യൂബ് ചാനൽ കൂടെ ഇറങ്ങിയാണ്. ഇന്നു മുതൽ ഞാൻ എൻ്റെ സൈക്കോളജിക്കൽ വീഡിയോസിനകത്ത് ഓർമ്മകളുടെ തീരത്തിൻ്റെ പ്രൊമോഷനോട് കണക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം. നിങ്ങൾ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സാധാരണ സൈക്കോളജിക്കൽ വീഡിയോസും ഈ പ്രൊമോഷനും കൂടി ഇട്ടാൽ ഒരു മൂവി ആയതുകൊണ്ടും അത് OTT യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നത് കൊണ്ടും തീർച്ചയായും കൺഫ്യൂഷൻസ് വരും. കാര്യം ഒരേ ചാനലിൽ തന്നെ പല കണ്ടൻറ്റ് വരുമ്പോൾ. അതുകൊണ്ട് ഇനി മെയ് 27 കഴിയുന്നിടം വരെ എൻ്റെ സൈക്കോളജിക്കൽ വീഡിയോസിനകത്തെല്ലാം ഓർമ്മകളുടെ തീരത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഞാൻ അധികം നീട്ടുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മനുഷ്യൻ്റെ എല്ലാ വേദനകളിലും ചില വ്യക്തികൾ കാണാം. ചിലരെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ വരുമ്പോൾ നാം മറന്നു കളയും. ചിലർ നമ്മളെ ആയിരിക്കും മറക്കുന്നത്. പക്ഷേ അവരുടെ ഓർമ്മകൾ ഒരിക്കലും നമ്മളെ വിട്ടു പിരിയാറില്ല. ശരിയല്ലേ? നമ്മൾ ഓരോ വ്യക്തികളും ഒന്ന് നോക്കിയാൽ അത് നമ്മൾ മറ്റൊന്നുമായിട്ടും താരതമ്യം ചെയ്യേണ്ടതില്ല. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കൂട്ടുകാരൻ അല്ലെ ഒരു കളിക്കൂട്ടുകാരി, അവർ ചെറുപ്പത്തിൽ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, അല്ലെ അവരുമായിട്ടായിരുന്നു നമുക്ക് ഏറ്റവും അറ്റാച്ച്ഡ്. ചിലപ്പോൾ അവരെ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വേദനയുണ്ടാകും, ഒരു വിഷമമുണ്ടാകും. പലപ്പോഴും നമ്മൾ ചില വ്യക്തികളെ മറന്നെന്ന് വരും. പക്ഷെ അവരുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യവും നമുക്ക് മറക്കാൻ പറ്റില്ല. ആ മെമ്മറീസ് നമ്മളെ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഓർമ്മകളുടെ തീരത്ത് എന്ന ഈ മലയാളം മൂവി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് വലിയ ഒരു മറ്റുള്ളവരെ ഭയങ്കരമായി ഇപ്പോൾ പുതിയ പല മൂവീസും വരുമ്പോൾ അവർ പറയുന്ന ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തിയേറ്ററിൽ നിന്ന് മാറ്റില്ല. ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഓർമ്മയുടെ തീരം കാണും. അതിനൊരു സംശയവും വേണ്ട. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ചില വ്യക്തികൾ, ചില സംഭവങ്ങൾ ഇവയൊക്കെ നിങ്ങളുടെ ഓർമ്മകളിൽ കാണും. ആ ഓർമ്മകളുടെ തീരത്തെ വൈശാഖനും ഹിമയും മേയ്ച്ചലും ബാക്കിയുള്ളവരും നിങ്ങളെ കാണാൻ മെയ് 27 വരികയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ പഴയ ഓർമ്മകൾ ഇവയൊക്കെ ഇതുമായി കണക്ട് ചെയ്യുവാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ അനുഗ്രഹം വേണം. ഇന്നു മുതൽ ഇതിൻ്റെ സൈക്കോളജിക്കൽ വീഡിയോസ് എല്ലാം ഓർമ്മകളുടെ തീരത്തുമായി ബന്ധപ്പെട്ടായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും വീണ്ടും വേണം. അതുപോലെ തന്നെ ഷോർട്സ് വരുന്നുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും പറയുന്ന ഷോർട്സ് ഉണ്ട് പ്രൊമോഷന് വേണ്ടി. ഇതിലെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ ഡോക്ടർ ഡഗ്ലസ് കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ആദ്യ മലയാള സിനിമയായ ഓർമ്മകളുടെ തീരത്തിന് വേണ്ടി ഞാൻ കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ഗാനം, മനോഹരമായ ഒരു ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് തീർച്ചയായും നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ സ്വാധീനിക്കുന്നതാണ്. 3 ഗായകർ പാടിയതാണ്. അത് ആ സിനിമയുടെ ഭാഗമായി കാണാൻ പറ്റും. ഒരു സപ്പോർട്ട്, പ്രാർത്ഥന എല്ലാം വേണം. മാക്സിമം എൻ്റെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. ഡോക്ടർ ഡഗ്ലസ് കെ എന്ന യൂട്യൂബ് ചാനൽ. തീർച്ചയായും അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. താങ്ക് യു വെരി മച്ച്.